നല്ലത് വല്ലതും മോട്ടിച്ചാൽ അവനെ കള്ളനാക്കും നിങ്ങളുടെ നിയമം. ഇത് നമ്മുടെ അയ്യപ്പ പണിക്കർ സാറിൻ്റെ കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തെങ്കിലും മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയാണ്. ആടിനെ മോട്ടിച്ചത് എന്തിനാ? അത് പാല് കുടിക്കാനായി. തുണി മോട്ടിച്ചതോ? തുണി മോട്ടിച്ചത് നാണം മറയ്ക്കാനായിരുന്നു. സ്വർണം മോട്ടിച്ചതോ? സ്വർണത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. അതിനെ പണമാക്കാം, ആഭരണമാക്കാം, ഇനിയും വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് അവരുടെയൊക്കെ സൗധങ്ങളിൽ ഷോക്കേസിൽ സൂക്ഷിക്കാം, എന്തുമാകാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ്. ഇപ്പം കളിച്ച് എവിടെ വരെ എത്തിയിരിക്കുന്നു നോക്ക്. കാനനവാസനായ അയ്യപ്പനെ വരെ ഇവർ തൂക്കി വിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. എത്ര വർഷം പഴക്കമുള്ളതാണ് ശബരിമല ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തില് നടയടയ്ക്കുമ്പോൾ അയ്യപ്പനെ യോഗനിദ്രയിലാക്കിയിട്ടാണ് നടയടയ്ക്കുക. ഭസ്മാഭിഷിക്തനാക്കും, രുദ്രാക്ഷമാല അണിയും, യോഗദണ്ഡും കൊടുത്തുകൊണ്ടാണ് തലയിൽ ഒരു തലപ്പാവും ഒക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നട തുറക്കുമ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആ ദിവസം നട തുറക്കുമ്പോൾ വലിയ തിരക്കാണ്. അപ്പം ഏത് ദിവസം നട തുറന്നാലും തീർത്ഥാടന കാലത്ത് എന്ന് പറഞ്ഞാൽ ആ തീർത്ഥാടന കാലം അവസാനിക്കുമ്പോൾ ഇത്തരത്തിൽ അയ്യപ്പനെ ഭസ്മാഭിഷിക്തനാക്കി യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒക്കെ കൊടുത്ത് ഇരുത്തുകയാണ് ചെയ്യുന്നത്. ആ രുദ്രാക്ഷമാല വരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തി ചിലർ. യോഗദണ്ഡും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ അവതാരം ശബരിമലയെ നാട് നീളെ കൊണ്ട് നടന്ന് പണം പിരിക്കുകയായിരുന്നു. അതിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. നമുക്കറിയാം ശബരിമലയിലേക്ക് വരുന്ന 2 തിരുവാഭരണങ്ങൾ. ഒന്ന്, വളർത്തച്ഛൻ മകനെ അണിയിക്കാനായിട്ട്, മകരവിളക്ക് സമയത്ത് അണിയിക്കാനായിട്ട് കൊടുത്തു വിടുന്ന ആഭരണങ്ങൾ. അതാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരിക്കുന്നത്. പന്തളം കൊട്ടാരവും പിന്നെ വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രവും ഉണ്ട്. അത് അവരുടെ ക്ഷേത്രമാണ്, കുടുംബക്ഷേത്രമാണ്. പന്തളം കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലാണ് ഈ തിരുവാഭരണം തങ്ക അങ്കിയിലുള്ളതാണ്. ഇന്നേ വരെ അതിൻ്റെ തൂക്കം എന്താണെന്ന് പോലും നിശ്ചയിച്ചിട്ടുള്ളതല്ല. പ്രത്യേക പേടകങ്ങളിലാക്കിയാണ്, ശിരസിലേറ്റിയാണ് 13 വില്ലേജുകൾ കടന്ന് 83 കിലോമീറ്റർ താണ്ടി 3 ദിവസത്തെ യാത്രയിൽ സന്നിധാനത്ത് എത്തിക്കുക. ഇതിലൂടെ സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണാനായിട്ടാണ് ഭക്തലക്ഷങ്ങൾ എത്തുന്നത്. ഇതിൽ സർക്കാരിന് ഏറെ കാലമായിട്ട് നോട്ടമുണ്ട്. കാരണം ഈ പന്തളം കൊട്ടാരത്തെ എങ്ങനെയെങ്കിലും ശബരിമലയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള പല ശ്രമങ്ങളും ഈ ഇടത് സർക്കാർ നടത്തിയിട്ടുണ്ട്. പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് ശബരിമലയുമായിട്ട് വലിയ അടുപ്പമാണ്. അയ്യപ്പൻ കളിച്ചു വളർന്ന നാടാണ്. അയ്യപ്പന്റെ ബാല്യകാലമാണ് പന്തളം കൊട്ടാരം. ശബരിമലയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം പന്തളത്തിനുമുണ്ട്. അതാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, അതായത് തമിഴ്നാടും ആന്ധ്രയും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തർ പന്തളത്തെത്തി അവിടെ കൊട്ടാരത്തിലും കയറി അവിടുത്തെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് അവർ എരുമേലിയിൽ പേട്ടതുള്ളി ശബരിമലയിൽ എത്തുന്നത്. ഇനി ഇതുകൂടാതെ ഈ മണ്ഡലകാലത്ത് 41 ദിവസത്തെ ആ ഒരു തീർത്ഥാടന കാലത്തിൻ്റെ അവസാനം അന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നടക്കി വച്ച തങ്കയങ്കി. അതിൻ്റെ തൂക്കം കൃത്യമായിട്ട് അറിവുണ്ട്. 450 പവനാണ് അതിൻ്റെ തൂക്കം.
450 പവൻ, കോടികൾ മതിക്കും. അത് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ചതിന് ശേഷം ഈ മണ്ഡല പൂജാവേളയിലാണ് അത് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി പൂജ നടത്തുന്നത്. അത് സൂക്ഷിക്കുന്നത്, പിന്നീട് അത് കൊണ്ടുവരുന്നത് ശിരസിലേറ്റിയല്ല, മറിച്ച് ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്നെടുത്ത് പ്രത്യേക രഥത്തിന്റെ മാതൃകയിൽ ജീപ്പ് അലങ്കരിച്ച് നിർത്തി അതിൽ പ്രദർശിപ്പിച്ചാണ് വരുന്നത്. ഭക്തലക്ഷങ്ങളുടെയൊക്കെ സ്വീകരണവും വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പമ്പയിലെത്തിച്ച് പമ്പയിൽ നിന്ന് അത് പേടകത്തിലാക്കി ശിരസിലേറ്റിക്കൊണ്ട് സന്നിധാനത്ത് എത്തുന്നത്. തിരികെ ആറന്മുള സ്ട്രോങ് റൂമിലും എത്തിക്കും. ഇതൊക്കെ അത് ശരിക്കും ആറന്മുള സ്ട്രോങ് റൂമിൽ എത്തുന്നത് സർക്കാരിന്റെ അണ്ടറിൽ തന്നെയാണ്, ദേവസ്വത്തിന്റെ ഇതിൽ തന്നെയാണ്. ആ ആഭരണം സൂക്ഷിക്കണം. കാരണം ശബരിമലയിൽ കയറി കൊള്ളയടിച്ചിട്ടുള്ളവർ ഈ തങ്കയങ്കിയും കയറി കൊള്ളയടിക്കില്ല എന്ന് എന്തുറപ്പ് പറയാൻ കഴിയും? ഇവിടെ മീശമാധവ് സിനിമയില്ലേ, നമ്മുടെ ദിലീപ് അഭിനയിച്ചിരിക്കുന്ന, അതിലെ മാധവൻ എവിടെങ്കിലും നോട്ടം ഇട്ട് കഴിഞ്ഞാൽ, മീശ ചുരുട്ടി നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി അവിടെ കയറിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മീശ പിരിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കും. അപ്പൊ ക്ഷേത്രങ്ങളുടെ മുഴുവൻ കൊള്ളയടിക്കാരനായി മാറിയിരിക്കുകയാണ് ഈ അവതാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എവിടെയെല്ലാം മോഷണം മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടോ അതെല്ലാം ഈ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തീർത്ഥാടന കാലമൊക്കെ കഴിഞ്ഞാൽ, നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെല്ലാം ശബരിമലയിൽ കയറി ഇറങ്ങുന്നു എന്നുള്ളതും നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടത് ഇപ്പോഴുള്ള മേൽശാന്തിയെയും മുൻകാലത്തെ മേൽശാന്തിമാരോടും വിവരങ്ങൾ ചോദിച്ചറിയണം. കാരണം മേൽശാന്തിമാര് നടയടച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്. സന്നിധാനം മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയും ഇവരെ പുറപ്പെടാ മേൽശാന്തിമാരായിട്ടാണ് കാണുന്നത്. ഒരു തീർത്ഥാടന കാലം മുതൽ അടുത്ത തീർത്ഥാടന കാലം തുടങ്ങുന്നിടം വരെ അവർ സന്നിധാനത്ത് തന്നെ ഉണ്ടാകണം. 96 മുതലാണ് ഈ പുറപ്പെടാ ശാന്തി വന്നത്. അതിനു മുമ്പുള്ള ഒരു വർഷം മാസപൂജ കഴിഞ്ഞിട്ട് ശബരിമലയിലെ മേൽശാന്തി തിരികെ പോകുമ്പോൾ നിലയ്ക്കൽ പള്ളിയിൽ കയറി വൈദികന്, ക്രൈസ്തവ പുരോഹിതന് ശബരിമല മൂലമന്ത്രം ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അയ്യപ്പന്റെ മൂലമന്ത്രം. അത് വൻ വിവാദമായി, കത്തിപ്പടർന്നു കയറി. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന തലക്കെട്ടില്ലേ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി, ശബരിമലയിലെ ആഭരണം കട്ടത് തന്നെ എന്ന് പറഞ്ഞ് വരുന്നത് മാതിരി അന്നും വെണ്ടയ്ക്ക അക്ഷരത്തിലും മത്തങ്ങ അക്ഷരത്തിലും ഒക്കെ വന്നതാണ്. അതിനുശേഷമാണ് ഈ ദേവസ്വം ബോർഡ് തീർച്ചപ്പെടുത്തിയവരെ പുറപ്പെടാ മേൽശാന്തിമാരായിട്ട് തീർച്ചപ്പെടുത്തുന്നത്. അവർ 18-ാം പടിയുടെ താഴേക്ക് വരാൻ പാടില്ല എന്നാണ്. ഈ കാലയളവിൽ അവിടൊക്കെ ഉള്ളത്, അതായത് നടയടച്ചു കഴിഞ്ഞാലുള്ളത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലുള്ളവർ മാത്രം. മരാമത്ത്, KSEB, BSNL, പോലീസ്, വാട്ടർ അതോറിറ്റി, ഇങ്ങനെ അവരിൽ 1-2 ജീവനക്കാരൊക്കെ മാത്രമായിരിക്കും കാണുക സന്നിധാനത്തും പമ്പയിലും. പിന്നെ കുറച്ചധികം പണിക്കാറുണ്ടാകും. കാരണം സന്നിധാനത്ത് എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. തീർത്ഥാടന കാലം കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് കുറേ നാളുകൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ആ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉടനുടൻ തീർത്തു പോകാൻ വേണ്ടിയിട്ടാണ് P. വിജയൻ IPSന്റെ നേതൃത്വത്തിൽ പുണ്യം പൂങ്കാവനം പദ്ധതി കൊണ്ടുവന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതിയെ നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പുകഴ്ത്തി. P. വിജയന് അംഗീകാരം വരെ കിട്ടി. ഉടനെ അതിനെ തകർത്ത് കളഞ്ഞു. ഇതാണ് ചെയ്തത്. അപ്പോൾ ഈ തീർത്ഥാടന കാലയളവ് അല്ലാതെയും മാസപൂജയ്ക്കും അല്ലാതെയും നടയടച്ചിരിക്കുന്ന അവസരങ്ങളിൽ ശബരിമലയിൽ പലരും കയറുന്നു. അത് പ്രത്യേകം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ ഈ അവതാരവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും.